അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തമ്മിൽ നിങ്ങൾ കണ്ട പോലെ എനിക്ക് ഗൾഫിൽ പോയിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ പോയിട്ട് ഉണ്ടായ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പിന്നെ നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇറ്റ്സ് മീ ബനാസിയ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്ത് ജോബിന് വേണ്ടിയിട്ടാണ് പോയതെന്ന് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ടീച്ചറായിരുന്നു. അപ്പം ഇപ്പോൾ ടീച്ചറല്ല, ഞാൻ റിസൈൻ ചെയ്തു. അപ്പോൾ ആ റിസൈൻ ചെയ്തതിൻ്റെ കാരണം ഞാൻ നിങ്ങളടുത്ത് പിന്നെ ഷെയർ ചെയ്യാമെന്ന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള എല്ലാ മറുപടിയും ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഞാൻ ഗൾഫിൽ ജോലിക്ക് പോയത് വെറുതെ അല്ല. എനിക്ക് ആടുന്നൊരു കോള് വന്നിട്ടാണ് ഞാൻ പോയത്. അതായത് ഇൻ്റർവ്യൂവിന് കോള് വന്നതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പം എങ്ങനെയാണ് എനിക്ക് ആടുന്ന് ഇൻ്റർവ്യൂവിന് കോള് വന്നത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? അതും ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ആടുന്ന് എനിക്ക് കോള് വരാനുള്ള കാരണം ഉണ്ടായിരുന്നു. വെറുതെ എനിക്കൊരാളെ വിളിച്ചിട്ട് ബനാസിയ എനിക്കിവിടെ ഇൻ്റർവ്യൂ ഉണ്ട് വരണം എന്നൊന്നും പറഞ്ഞതല്ല. അതിന് കുറച്ച് ഞാൻ അതിൻ്റെ ബാക്കിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കോൾ വന്നത്. അപ്പോൾ ഞാൻ പറയാം എങ്ങനെയെന്ന് വെച്ചെങ്കിൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കുറേ ജോബ് വേക്കൻസി വരാറുണ്ട്. UAE ജോബ് ടീച്ചിങ് ജോബ് വേക്കൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ വരാറുണ്ടല്ലോ. അപ്പം അതിലേക്ക് ഒരു സ്കൂളിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ട സമയത്ത് ഞാൻ വെറുതെ മെയിൽ അയച്ചു നോക്കിയതാണ്. മെയിൽ അയച്ചു നോക്കി, എൻ്റെ CV അയച്ചു. അങ്ങനെ CV അയച്ച സമയത്ത് പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, CV അയക്കുമ്പോൾ നിങ്ങൾ CV ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ CV നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരിക്കലും ഇന്ത്യയിലാണ് ഉള്ളതെന്ന് നിങ്ങൾ പറയാൻ പാടില്ല, അതിൽ കൊടുക്കാൻ പാടില്ല. ഫോൺ നമ്പറാണെങ്കിലും അത് നമ്മൾ എടുത്ത നമ്പർ കൊടുക്കരുത്. അതായത് അടുത്ത നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ ബ്രദറിൻ്റെയോ ആരെങ്കിലും നമ്പർ നിങ്ങൾ അതിൽ വെച്ചിട്ട് നിങ്ങൾ ഇടുന്ന് CV ഉണ്ടാക്കുക. അങ്ങനെയാണ് കേട്ടോ ഞാൻ CV ഉണ്ടാക്കിയത്. എൻ്റെ ബ്രദറിൻ്റെ നമ്പർ വെച്ചിട്ട് ഞാൻ അവിടെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്രദറിൻ്റെ നമ്പർ വെച്ചിട്ട് ഞാൻ CV ഉണ്ടാക്കി. അങ്ങനെ CV ഉണ്ടാക്കിയിട്ട് ഞാൻ അവരെ മെയിലിലോട്ട് അയച്ചു കൊടുത്തു. സമയത്ത് എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിട്ടാ. ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇങ്ങനെ അയക്കുക, അത്ര തന്നെ. പിന്നെ അവർ വിളിക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടാ. അങ്ങനെ കുറേ ഇങ്ങനെ ഞാനത് വിട്ടു. ഞാൻ ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ, അങ്ങനെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് എൻ്റെ ബ്രദർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇന്ന സ്കൂളിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ട്, നീ ഇപ്പം ഞാൻ പുറത്താ എന്നാ പറഞ്ഞിട്ടുണ്ടായത്, നീ ഇപ്പം നാട്ടിലാ, അങ്ങനെ അവൾ നാട്ടിലാവൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നീ ഇപ്പോൾ പുറത്ത് പോയിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനപ്പം പെട്ടെന്ന് എന്താ ഒരു വെപ്രാളത്തിൽ അവൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു എപ്പോഴാണ് പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാമെന്ന് ചോദിച്ചിട്ടാകുമ്പോൾ ഓൻ പറഞ്ഞു വൈകുന്നേരം വിളിക്ക്, അപ്പോൾ കോണ്ടാക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ അവർ പിന്നെയും കോൾ ചെയ്തു. കോൾ ചെയ്യുന്ന സമയത്ത് ഞാനില്ലല്ലോ, ഞാൻ ഇന്ത്യയിലാണല്ലോ, അത് അവർക്കറിയില്ല. അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് ഓൻ പിന്നെ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിട്ടാ. ഓനക്ക് എന്താ പറയേണ്ടതെന്ന് പിന്നെ അറിയില്ലല്ലോ. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവൻ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, ഇതുപോലെ എനിക്ക് കോൾ വന്നിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, അവരെ മെയിലിലോട്ട് ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്, നിങ്ങൾ ഇൻ്റർവ്യൂ എപ്പോഴാണെന്ന് അറിഞ്ഞാൽ ഞാൻ ആ സമയത്ത് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നീ ഒരു മെയിൽ അയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ വെച്ചിട്ട് ഒരു മെയിൽ അയച്ചു കിട്ടാൻ. അവർക്ക് മെയിലൊക്കെ അയച്ചതിന് ശേഷം അവർ പിന്നെയും എൻ്റെ ബ്രദറിന് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൾ ചെയ്ത സമയത്ത് ബ്രദറിൻ്റെ അടുത്ത് ചോദിച്ചു, നീ നിങ്ങൾ എന്തിനാ ഇവിടെ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, അവർ നാട്ടിലല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഓൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ എനിക്ക് ജസ്റ്റ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയതാണ്, പിന്നെ സോറിയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സോൾവ് ചെയ്തു. അപ്പം അവർ അവൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നെ കുറിച്ചിട്ട്, എന്താ പഠിച്ചത്, അത് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സാണ് ഉള്ളത്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആണോ, അതുപോലെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവൻക്കാണെങ്കിലും ഒന്നും അറിയില്ല ഞാൻ എൻ്റെ അറ്റസ്റ്റഡ് ആണോ അതോ പിന്നെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചെങ്കിൽ അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റാണ് കേട്ടോ. അപ്പം അവിടെ നിന്നാലേ അത് നമുക്ക് കിട്ടും. അതായത് വിസ ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്, പക്ഷേ വിസ ഇല്ലാത്തവർക്കും ചെയ്യുന്നുണ്ട്. അപ്പം ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുറേ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അതൊന്നുമില്ല, അവൻ അതൊന്നും ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു അതില്ലാതെ ഇവിടെ ജോലി കിട്ടില്ല. അതായത് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്, അതുപോലെ അറ്റസ്റ്റേഷനും മസ്റ്റാണ്. അപ്പോൾ അതില്ലാതെ അറ്റസ്റ്റ് ചെയ്താലേ നമുക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റും. നമ്മൾ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് ഈക്വലൻസി കിട്ടും. അങ്ങനെ അതില്ല എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഇവിടെ അത് ജോലി കിട്ടില്ല, അതായത് അതൊക്കെ ഇവിടെ നിർബന്ധമാണ്, അതുകൊണ്ട് അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് മെയിലയക്ക്, അപ്പം വേക്കൻസി ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അക്കാര്യം സ്റ്റോപ്പായി. എൻ്റെ
പ്രതീക്ഷ മൊത്തം പോയി കിട്ടി. അതായത് ഞാൻ ഈ കോൾ വന്ന സമയത്ത് കുറച്ച് പ്രതീക്ഷിച്ചിരുന്നു ജോലി കിട്ടുമല്ലോ, പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ പോകുന്നു, ഇൻ്റർവ്യൂ നടത്തുന്നു, ജോലി കിട്ടുന്നു, എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെയാണല്ലോ, അപ്പോൾ ആടെ അതുപോലെ ആയിരിക്കും. പക്ഷേ ആടെ അങ്ങനെയല്ല, ടോട്ടലി ഡിഫറെൻ്റാണ്. എല്ലാം കൊണ്ടും ആടെ ഡിഫറെൻ്റാണ് കേട്ടോ. അങ്ങനെ അവരെ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു, ഇതെല്ലാം വലിയ പാടില്ല കാര്യം, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല, മതി, ഇനി ടീച്ചിങ് ജോബൊന്നും അങ്ങോട്ട് നോക്കണ്ട, ഇതന്നെ നാട്ടിൽ തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് എൻ്റെ അടുത്ത് അവൻ പറഞ്ഞു, നീ ഒരു കാര്യം നീ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ കൊടുക്കുക സർട്ടിഫിക്കറ്റ്. അപ്പോൾ കൊടുത്ത അറ്റസ്റ്റ് ചെയ്യുമ്പോൾ നല്ല എമൗണ്ട് ആകുന്നുണ്ട് കേട്ടോ. ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 5500 രൂപ അങ്ങനെ എന്തോ ആകുന്നുണ്ട്. അപ്പം അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ മോണ്ടിസോറിയാണ് പഠിച്ചിട്ടുണ്ടായത്. മോണ്ടിസോറി സർട്ടിഫിക്കറ്റും അതുപോലെ +2 സർട്ടിഫിക്കറ്റുമാണ് ഞാൻ അറ്റസ്റ്റേഷന് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ എനിക്ക് നല്ല 11,000 രൂപയായി അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അറ്റസ്റ്റേഷന് കൊടുത്തു. അങ്ങനെ അറ്റസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു 1 വീക്കോ 10 ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്ക് അറ്റസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാര്യം മനസ്സിലായി, നമ്മൾ നാട്ടിൽ നിന്നിട്ട് ആടെ ജോബ് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഒന്നെങ്കിലും നമ്മൾ ആടെ പോകണം, അല്ലെങ്കിൽ ജോബ് വേണ്ട നോക്കണം എന്നെനിക്ക് മനസ്സിലായി. കിട്ടും. പിന്നെ ഈ നഴ്സറി, ഈ പ്രീ സ്കൂൾ, അതായത് ഈ ഡേ കെയർ അങ്ങനെയുള്ള സ്കൂളൊക്കെ ഉണ്ടാവും. ചെറിയ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നത്, ചെറിയ കുട്ടികൾ, അതായത് 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ പഠിപ്പിക്കുന്ന ഒരു നഴ്സറി ഉണ്ട്. അപ്പോൾ അവിടേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ സ്കൂളിൽ നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മൾ സ്കൂളിൽ നോക്കിയിട്ട് കാര്യമില്ല. കാരണം അവിടുത്തെ സ്കൂളെന്ന് വെച്ചാലില്ലേ ഭയങ്കര ഡിഫറെൻ്റാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മളവിടെ സ്കൂളെന്ന് വെച്ചാൽ. അതൊക്കെ ഞാൻ നിങ്ങളടുത്ത് പറയാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അവിടെ പോയിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് ഇത് ഇപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറയുമ്പോൾ വലിയ ലോങ് വീഡിയോ ആണെന്നല്ലേ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഞാൻ പാർട്ട് 2 ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഞാൻ അവിടെ പോയിട്ട് എന്തായി, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളടുത്ത് പറയും. അപ്പം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവിടെ ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് ടച്ച് പൊട്ടിക്കുക. അപ്പോൾ അവിടെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇതുണ്ട്, അതും കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.